റെഡ് ബോളും വെള്ളക്കുപ്പായവും രോഹിതിന് പിന്നാലെ കോഹ്ലിയും ഉപേക്ഷിക്കുമ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിന് അത് തലമുറ മാറ്റം കൂടിയാണ്. ഒട്ടേറെ ദിവസമായി കോഹ്ലിയുടെ വിരമിക്കൽ സംബന്ധിച്ച് ചില അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. രോഹിത് വിരമിക്കൽ പ്രഖ്യാപിച്ചപ്പോൾ ആ അഭ്യൂഹം ശക്തമായി. ഒടുവിൽ കോഹ്ലിയുടെയും വിരമിക്കൽ പ്രഖ്യാപനം വന്നിരിക്കുന്നു. ആരായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റിന് വിരാട് കോഹ്ലി? ഇന്ത്യയുടെ റൺ മെഷീൻ, അതാണ് ഒറ്റ ഉത്തരം. എന്തായിരുന്നു കോഹ്ലിയുടെ പ്രത്യേകത? ഊർജോത്സുകത, സാങ്കേതിക തികവ്, നിശ്ചയദാർഢ്യം. ഇങ്ങനെ 3 ഉത്തരങ്ങളിലേക്ക് നമ്മൾ എത്തേണ്ടി വരും. ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ വിരമിച്ചതോടെ ആ ബാറ്റിംഗ് പൊസിഷനിലേക്ക് കോഹ്ലി എത്തി. ആ വിശ്വാസം എന്നും കാത്തു സൂക്ഷിക്കാൻ കോഹ്ലിക്ക് കഴിഞ്ഞിട്ടുണ്ട്. 1.5 പതിറ്റാണ്ടായി ടോപ്പ് ഓർഡറിൽ ടീം ഇന്ത്യയുടെ നെടുംതൂണാണ് വിരാട് കോഹ്ലി. സച്ചിന്റെ റെക്കോർഡുകൾ ഓരോന്നും കോഹ്ലി തിരുത്തി കുറിച്ചു. റെക്കോർഡ് പുസ്തകത്തിൽ സച്ചിന് എത്തിപ്പിടിക്കാനാകാത്ത ഇടങ്ങളിലേക്കും കോഹ്ലി കടന്നു കയറി. ഇതിനിടെ ധോണിയിൽ നിന്ന് ടെസ്റ്റ് ക്യാപ്റ്റൻസി ഏറ്റെടുത്ത കോഹ്ലി ബാറ്റിംഗ് മികവ് തുടർന്നു. ധോണിയെപ്പോലെ ക്യാപ്റ്റൻ കൂളായിരുന്നില്ല. ക്ഷോഭിച്ചും എതിരാളികൾക്ക് ഗ്രൗണ്ടിൽ വെച്ച് തന്നെ മറുപടി കൊടുത്തുമൊക്കെയാണ് കോഹ്ലി മുന്നോട്ട് പോയത്.